നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഉരുൾപൊട്ടലുണ്ടായ വയനാട് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ദുരിതമനുഭവിക്കുന്നവർക്കായി കേരള മുസ്ലിം ജമാഅത്ത് പ്രഖ്യാപിച്ച പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായി ICF പ്രഖ്യാപിച്ച 2 കോടി സഹായ ഫണ്ടിലേക്ക് സൽമാബാദ് സെൻട്രൽ സമാഹരിച്ച തുക ICF ബഹ്റൈൻ നാഷണൽ ക്ഷേമകാര്യ സെക്രട്ടറി സിയാദ് വളപട്ടണത്തിന് കൈമാറി. ICFന് കീഴിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടപ്പാക്കിയ നിരവധി ദുരിതാശ്വാസ പദ്ധതികളുടെയും സേവനങ്ങളുടെയും മാതൃകകൾ പിന്തുടർന്ന് വയനാട്ടിലും വിപുലമായ പുനരധിവാസ പദ്ധതികളാണ് മാതൃസംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് ആവിഷ്കരിക്കുന്നത്. വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് സഹായഹസ്തവുമായി മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ അഥവാ ICMA ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി 2 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് അസോസിയേഷന്റെ തീരുമാനമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് ആവശ്യകതയനുസരിച്ച് എല്ലാവിധ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും വീട് നിർമ്മിക്കുക. ഇതിനകം ഒരു വീടിന് ആവശ്യമായ തുക സമാഹരിച്ചു കഴിഞ്ഞു. ബാക്കി തുക കൂടി അംഗങ്ങളിൽ നിന്ന് സമാഹരിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് ഇരയായവർക്കൊപ്പം കൈത്താങ്ങായി ICMA ഉണ്ടെന്നും മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. ഈ ദുരന്തത്തിൽ സഹജീവികൾക്കൊപ്പം നിലകൊള്ളുന്നതിൻ്റെ ഭാഗമായാണ് വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനമെടുത്തതെന്നും സംഘടന അറിയിച്ചു. വയനാട് നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബാത്തിന സൗഹൃദവേദി ഒക്ടോബർ 4-ന് സൊഹാറിലെ മജാൻ ഹാളിൽ നടത്താൻ നിശ്ചയിച്ച ബാത്തിനോത്സവം 2024 മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു. കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിൽ നിരവധി പ്രവാസി കുടുംബങ്ങൾക്കും ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 പ്രദേശങ്ങൾ തീർത്തും തുടച്ചു നീക്കപ്പെട്ട അവസ്ഥയിൽ അതിൽ പെട്ടുപോയവരെ സഹായിച്ച് ചേർത്ത് നിർത്തുക എന്ന ലക്ഷ്യത്തിലാണ് ഇവന്റ് മാറ്റിവെക്കുന്നത്. കേരളത്തിലെ കലാകാരന്മാർ അടങ്ങുന്ന നിരവധി കലാപരിപാടികളും പിന്നണി ഗായകരുടെ ഗാനമേളയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നാട്ടിലെ ഉത്സവം സൊഹാറിൽ അരങ്ങിൽ എത്തിക്കുന്ന വിധമായിരുന്നു പരിപാടി ആസൂത്രണം ചെയ്തത്. ഘോഷയാത്ര, ചെണ്ടമേളം, കാഴ്ചവരവ്, താലപ്പൊലി എന്നിവയും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. മാറ്റിവെച്ച തീയതി പിന്നീട് അറിയിക്കുമെന്ന് പ്രോഗ്രാം കൺവീനർ അറിയിച്ചു. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.